2007 CNN IBN ചാനലിലെ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന പരിപാടിയിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കരൺ ഥാപ്പറിന്റെ ചോദ്യത്തിന് മുന്നിൽ വെള്ളം കുടിക്കുന്ന നരേന്ദ്രമോദിയെ നാം എല്ലാവരും കണ്ടിട്ടുണ്ട്. ഗോധ്ര ട്രെയിൻ തീവെപ്പ് കേസിന് പിന്നാലെ ഗുജറാത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യശരങ്ങൾക്ക് മുന്നിലാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി വെള്ളം കുടിച്ച് അഭിമുഖത്തിൽ നിന്ന് ഇടയ്ക്ക് ഇറങ്ങിപ്പോയത്. Even 5 years after the Gujarat killings of 2002, the ghost of Godhra still haunts you. Why have you not done more to allay that ghost? This I gave it to the media persons like Karan Thapar. Let them do, let them enjoy. Why can't you say that you regret the killings that happened? Why can't you say that maybe the government should have done more to protect the Muslims? What I have to say, I have said at that time, and you can find out my statements. Just say it again. Not necessarily I have to talk about the in 2007 everything, what you want to talk. But by not saying it again, by not letting people hear the message repeatedly, you are allowing an image that is contrary to the interest of Gujarat to continue. I'll have to rest for a while. Water. अपनी दोस्ती बनी रहे यार. You came here, I'm happy and thankful. Modi sir. 18 വർഷങ്ങൾക്ക് ശേഷം മോദി ഒരിക്കൽ കൂടി ഒരു ചോദ്യത്തിന് മുന്നിൽ വെള്ളം കുടിക്കുന്ന വീഡിയോ വൈറലായി. ഇത്തവണ നരേന്ദ്രമോദി വെള്ളം കുടിച്ചത് പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിലാണ്. കഴിഞ്ഞ ജൂലൈ 29-ന് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ സംസാരിക്കുമ്പോഴാണ് മോദിയെ വെള്ളം കുടിപ്പിച്ച ആ ചോദ്യം ഉയർന്നത്. കഴിഞ്ഞ മെയ് 7 മുതൽ 10 വരെ പാകിസ്ഥാനുമായി ഉണ്ടായ സൈനിക സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം കള്ളമാണെന്ന് പറയാമോ എന്നായിരുന്നു ആ ചോദ്യം. സർ, ഏക് ബാർ ബോൾ ദീജിയെ ട്രംപ് നെ ജൂട്ട് ബോല. സർ, ഒരു പ്രാവശ്യമെങ്കിലും പറയാമോ ട്രംപ് കള്ളം പറഞ്ഞെന്ന്. ഓപ്പറേഷൻ സിന്ദൂർ വിജയത്താൽ പ്രചോദിതമായി കത്തിക്കയറുകയായിരുന്ന മോദി പതറി. ആ വാഗ്ധോരണി മുറിഞ്ഞു. അദ്ദേഹം വെള്ളം കുടിച്ചു. कि हमने हमारा लक्ष्य पूरा कर दिया है, अगर आप कुछ करोगे तो महंगा पड़ेगा और आप फिर ऐसे कैसे प्लीज ഒരു രാഷ്ട്രത്തലവൻ കള്ളം പറഞ്ഞുവെന്ന് മറ്റൊരു രാഷ്ട്ര നേതാവിന് പാർലമെന്റിൽ നേരിട്ട് പറയുന്നതിന് പരിമിതികളുണ്ട്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഭാഷയിൽ തന്നെ പ്രതികരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നയതന്ത്ര ഭാഷയിൽ എത്ര തള്ളിപ്പറഞ്ഞിട്ടും ഇന്ത്യ പാക് വെടിനിർത്തൽ താനാണ് സാധ്യമാക്കിയതെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ആ മധ്യസ്ഥതാ വിവാദം മോദിയെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിലെ ബേസരൺ വാലിയിൽ വിനോദസഞ്ചാരികളെ ഭീകരർ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഏറ്റവും പുതിയ സൈനിക സംഘർഷം ഉടലെടുത്തത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിച്ചു. തുടർന്ന് മെയ് 7 മുതൽ 10 വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ സംഘർഷമുണ്ടായി. ആ സംഘർഷം അവസാനിച്ചതായി പ്രഖ്യാപിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. വ്യാപാര കരാർ എന്ന തുറുപ്പുചീട്ടാണ് താൻ ഇന്ത്യയെയും പാകിസ്ഥാനെയും സമാധാന വഴിയിൽ കൊണ്ടുവരാൻ പ്രയോഗിച്ചതെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ജൂൺ 17-ന് ട്രംപുമായുള്ള 35 മിനിറ്റ് ഫോൺ സംഭാഷണത്തിനിടെ ആരുടെയും മധ്യസ്ഥ ശ്രമം ഉണ്ടായിട്ടില്ലെന്നും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോട് തന്നെ പറഞ്ഞതായും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ താനാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ സാധ്യമാക്കിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിച്ചു. വാഷിംഗ്ടണിൽ പാക് സൈനിക മേധാവി അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപായിരുന്നു അത്. ജൂലൈ 28-ന് സ്കോട്ട്ലൻഡിലെ ടേൺബറിയിലെ ഗോൾഫ് കോഴ്സിൽ UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് വീണ്ടും തന്റെ ഇന്ത്യ പാക് മധ്യസ്ഥതാവാദം ആവർത്തിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതടക്കം 6 വൻ യുദ്ധങ്ങളാണ് താൻ ഒഴിവാക്കിയതെന്ന് ട്രംപ് ആവർത്തിച്ചു. We've been very successful in settling wars. You have India, Pakistan. I think a very big one was India and Pakistan, because you're talking about two nuclear nations. Settled the problem between Pakistan and India last week, which was getting more and more hostile. An immediate ceasefire, I think a permanent one, between India and Pakistan, ending a dangerous conflict of two nations with lots of nuclear weapons. I stopped the war between Pakistan and India. And we stopped a lot of fights. I think a very big one, frankly, a very, very big one was India and Pakistan. Something I'm very proud of. We stopped a lot of wars. You had India, Pakistan
that was going. In fact, and they ended the war with Pakistan at my request, and that was great. ജൂലൈ 29-ന് ഇന്ത്യൻ പാർലമെന്റിൽ മോദി ട്രംപ് മധ്യസ്ഥതയുടെ ചോദ്യം വീണ്ടും നേരിട്ടു. ഒരു ലോക നേതാവിൻ്റെയും മധ്യസ്ഥത ഇന്ത്യ പാക് വെടിനിർത്തലിന് ഉണ്ടായിട്ടില്ല എന്ന് മോദി പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യ പാക് വെടിനിർത്തലിൻ്റെ മധ്യസ്ഥത അവകാശപ്പെട്ടത് വഴി ട്രംപ് ചെയ്തത് ഇന്ത്യയും പാകിസ്ഥാനെയും സമീകരിക്കുകയാണ്. മധ്യസ്ഥതാ വിവാദം പ്രദേശത്തെ കരുത്തനായ രാഷ്ട്ര നേതാവെന്ന മോദിയുടെ പ്രതിച്ഛായ തകർത്തു എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. ഇന്ത്യയെ ആഗോള ശക്തിയാക്കി മാറ്റിയെന്ന മോദി ഭരണകൂടത്തിൻ്റെ വാദത്തിനേറ്റ തിരിച്ചടിയാണ് ആ വിവാദം. 2002 ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് ശേഷം 5 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഗോദ്രയുടെ പ്രേതം നിങ്ങളെ വിട്ടൊഴിയുന്നില്ല, അതിനെ ഒഴിപ്പിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു 2007 കരൺ ഥാപ്പറുടെ മോദിയെ ചൊടിപ്പിച്ച ചോദ്യം. ഇന്ന് ഇന്ത്യ പാക് മധ്യസ്ഥതയുടെ അമേരിക്കൻ അവകാശവാദത്തിൻ്റെ അന്താരാഷ്ട്ര പ്രേതവും മോദിയെ വിട്ടൊഴിയുന്ന ലക്ഷണമില്ല. ആ പ്രേതത്തെ ഒഴിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാതെ മോദി എത്ര നാൾ വെള്ളം കുടിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്.